അപ്പോൾ ഇതാക്കണം കേട്ടോ. ഏട്ടത്തി മക്കളൊക്കെ പോയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ വിരുന്ന് വന്നിരുന്നു, അവർ പോയി. ഞാനിത് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു, ഇടാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. കാക്കൂൻ്റെ ചാനലും കൂടി ഇല്ലോണ്ട് ആയിക്കൂടണ്ടേ. അപ്പോൾ അവർ പോയപ്പോൾ ഭയങ്കര വിഷമമായിട്ടോ. ചുമ്മാക്കാണ് ഭയങ്കര ടെൻഷന്. അവളിങ്ങനെ ഭയങ്കര ആക്റ്റീവില്ല കുട്ടിയാണ്, നിങ്ങൾക്ക് മനസ്സിലായിക്കൂലേ, എല്ലാവരും വീഡിയോയിൽ പറയുന്നുണ്ട്. അവൾ നല്ല ഭയങ്കര എല്ലാവരും വന്നാലും ആര് വന്നാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാക്കണം ഉമ്മാക്ക് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഡോക്ടർ ബ്ലഡ് എടുക്കാനൊക്കെ. അപ്പം ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന് കരുതി എടുത്ത് കൊണ്ടുപോകണ്ടേ. അപ്പോൾ ഇവിടെ അല്ലേ ക്ലിനിക്ക് പോയി പറഞ്ഞു കേട്ടോ കാക്കു. അവിടെ പോയി കണ്ട് സിറിഞ്ചും അതിൻ്റെ ബ്ലഡ് എടുക്കുന്ന ട്യൂബും വാങ്ങിച്ചു കൊടുന്നു. ഞാൻ ബ്ലഡ് എടുത്തു കേട്ടോ. ഉമ്മാൻ്റെ ബ്ലഡ് എടുത്തുകാണ്ട് കാക്കു കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ അവിടേക്ക് താങ്ങി പിടിച്ച് ഉമ്മാനെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ എനിക്കറിയണ പണിയല്ലേ നമുക്ക് ചെയ്യുക. ബ്ലഡ് എടുക്കണമെന്നും ഞാനിതിൽ പെടുത്തിയില്ല കേട്ടോ, ഇനി അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവും കരുതിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു സുന്ദരി കുട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഉറക്കം വന്നു. ആരാ എൻ്റെ തലയിലൊക്കെ കെട്ടി തന്ന്? കാത്. അപ്പൊ കമ്മൽ എവിടുന്നിട്ടി? കമ്മല് കാത് കുത്തീനിട്ട മക്കളെ. ഒരു വയസ്സായെന്ന് കാക്കു പൗക്കുണ്ടതിന് വരുത്താവും പറഞ്ഞു ഊരിട്ടു. ഇപ്പൊ കമ്മല് അത കൊച്ചുത്രേസിയെ കൊച്ചുത്രേസി എവിടുക്ക നോക്കണെന്നുണ്ടാവൂലേ എല്ലാവർക്കും. കൊച്ചുത്രേസി അതാക്കണ് ഡോമാഞ്ചേരി കൊച്ചു ടി വി കാണാണ്, ടുട്ടു ടി വി. അപ്പോൾ ഏട്ടത്തി വൈകുന്നേരം ഒരു 4-5 മണിയൊക്കെ ആയിക്കണ് കേട്ടോ പോയപ്പം. പിന്നെ ഉമ്മാക്ക് ബ്ലഡ് എടുക്കലും കൊണ്ടുപോയി കൊടുക്കലും ഒക്കെ നേരം ഒരുപാട് വൈകി. പിന്നെ അവർ ആ ഇതൊക്കെ ഉണ്ടാക്കലൊക്കെ കണ്ടില്ല നിങ്ങൾ കാക്കൂൻ്റെ ചാനലിൽ, എന്താ ഒരു ബന്നോണ്ടൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഒരുപാട് നേരം വൈകി കേട്ടോ. ആ തിണ്ടത്ത് കണ്ടിക്കും തുണിയും കുപ്പായൊക്കെ അല്ലേ രാത്രിങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ ഷോർട്ടിൽ ഈ ഡ്രസ്സ് ഇട്ട് ഷോർട്ട് ചെയ്തല്ലോ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അതിനും വേണ്ടി കൊടുന്നിട്ടതാണ് തോന്നണു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനൊന്നല്ല കേട്ടോ മക്കളെ, ഞങ്ങൾ കണ്ടില്ല ഇപ്പം പച്ചയായ ഒരു സത്യം അതവിടെ കിടക്കുകയായിരുന്നു. അത് ആ നേരമായപ്പോഴേ ഒരുപാട് നേരമായി, ഞാൻ മടക്കി വെക്കാനൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ആ മടക്കി വെക്കണ നേരത്തിൻ്റെ ഇത് ഒരു ഷോട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ സത്യത്തിൽ അതന്നെയാണ് സംഭവം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരമായി കിടന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് കിടന്നിട്ട് പിന്നെ നേരം വെളുത്തിട്ടില്ല പരിപാടിയാട്ടോ. നൂൽപുട്ട് ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ നേരം വെളുത്തപ്പോൾ ഒരുപാട് പണികളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുറേ ഏട്ടത്തി മക്കളൊക്കെ അല്ലായിരുന്നു. അപ്പോൾ കുറേ അടിച്ചു വാരാനും വൃത്തിയാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഓൾക്കൊന്ന് വിളിക്കണം എന്നുണ്ടായിരുന്നു. അതിനൊന്നും ടൈം കിട്ടിയില്ല. എന്നാലും കാക്കൂനോട് ഞാൻ പറഞ്ഞു ഒന്ന് വിളിക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പണികളൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. കാരണം സ്കൂളൊക്കെ അല്ലേ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കേണ്ടത്. ഒരുപാട് നേരം വൈകിട്ടോ ഒന്ന് എണീറ്റപ്പോൾ ഞാൻ കിടന്നപ്പോൾ തന്നെ 1 മണി 1:30 ആയിട്ടുണ്ട്. ഉമ്മാക്ക് ഞാൻ പറഞ്ഞില്ല ഉമ്മ അപ്പം അതിൻ്റെ ഇടയിലൊന്ന് മൂത്രം ഒഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉമ്മാനെ നമ്മളെടുത്ത് താങ്ങി പിടിച്ച് കൊണ്ടുപോകണ്ടേ ബാത്റൂമൊക്കെ നടക്കൂട്ടോ. അപ്പം മെല്ലെ മെല്ലെ നടക്കാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ട്യൂബും കാര്യങ്ങളൊന്നും ഇടാത്തത്. മാക്സിമം ഞാൻ അതൊന്നും ഇല്ലാതെ നോക്കുകയാണ് കേട്ടോ. നമുക്ക് അറിയണമല്ലേ, ഞാനൊരു സിസ്റ്റർ ആയതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പം മാക്സിമം പോണിടത്തോളം പോട്ടെ, എന്നിട്ട് നമുക്ക് ട്യൂബും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഡോക്ടർമാർ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മൂക്കിന് റൈസ് ട്യൂബും പിന്നെ കത്തീറ്ററൊക്കെ ഇടാനും, മൂത്രത്തിന് ട്യൂബും മൂക്കിന് ട്യൂബും കേട്ടോ. അതാണ് ആ പറയണത് കേട്ടോ. ഞങ്ങളെ ഭാഷയിൽ അങ്ങനെ പറയാം, റൈസ് ട്യൂബും കത്തീറ്ററും എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഇടാൻ കുറേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനതിന് സമ്മതിച്ചിട്ടില്ല. നേട്ടത്തിനോട് പറയും അത് വേണ്ടാന്ന് പറയട്ടോ, നിന്നെക്കൊണ്ട് കഴിയും അത് നോക്കാൻ അറിയും. അതിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുറച്ചൊന്നല്ലേ ആയിരിക്കും. ചായ കുടിച്ചോ മനുഷ്യ സുന്ദരി പെണ്ണേ? ചായ കുടിച്ചിക്കണ് സുന്ദരി പെണ്ണേ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇപ്പം എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? കട്ടൻ ചായ കൊടുക്കണ്ട കാക്കോ പറയിപ്പോ. കട്ടൻ ചായ ഭയങ്കര ഇഷ്ടാട്ടോ. നമ്മൾ കുടിക്കുമ്പോഴൊക്കെ വായ കാണിക്കൂട്ടോ. കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ് മിന്നുമ്മാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കറി ചിക്കൻ കറിയും നൂൽപുട്ടും കേട്ടോ. നൂലപ്പം എന്ന് പറയും. ഇത് ഇഡ്ഡലിൻ്റെ ഇതിലിട്ടിട്ടാട്ടോ മക്കളെ. ഇങ്ങനെ ഇഡ്ഡലി ചെമ്പിൽ ഇങ്ങനെ ഇടലാട്ടോ ഞാൻ. മറ്റേത് 4 തട്ടുള്ളൂ. ആ 4 തട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ എന്നൊക്കെ ആവും. അവർ രാവിലെ സ്കൂൾക്ക് പോകണമല്ലേ, പരീക്ഷയൊക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കൂട്ടോ ഞാൻ.
തേങ്ങയൊന്നും ഇടൂല, കറി ഇല്ലോണ്ട്. കറി ഇല്ലെങ്കിൽ ഞാൻ തേങ്ങ ഇടും കേട്ടോ. അല്ലെങ്കിൽ ഓട്ടക്കൊട്ടയിൽ ഉണ്ടാക്കും. പണ്ടൊക്കെ ഉണ്ടാക്കലില്ല നമ്മൾ, അടിയിൽ ചെമ്പിൽ വെള്ളം വെച്ചിട്ട് മുകളിൽ നമ്മൾ ഈ ഓട്ടക്കൊട്ട അങ്ങനത്തേൽ കേട്ടോ ഇടും. അപ്പം രാവിലെ ഇന്നലെ ലേസം 50-100 രൂപക്കറ്റ ഇറച്ചി ഇടുന്നതിനു ആ റിദു മുഹമ്മദ് മറ്റേത് ഉണ്ടാക്കാനും വേണ്ടിയാണ്ട് ബെന്നോണ്ടില്ല പരിപാടി ഉണ്ടാക്കാനും വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ബാക്കിക്കേ അതിക്ക് വെള്ളം ചേറ്റിക്കാണ്ട് ലേസം തേങ്ങ അരച്ചിട്ടോ മക്കളെ. അപ്പോൾ ഒരു എരിവും പുളിയൊക്കെ എല്ലാവർക്കും അറിയായി. ഒരാൾ ഉണർന്നിട്ടുണ്ട്, മറ്റാൾ ഷെയ്മോളെടുത്തുണ്ട്. റിതു പോയിട്ടോ, അവന് എക്സാം ഉണ്ട് പറഞ്ഞു, ബസ് കിട്ടൂലായിരുന്നു, ഓടിപ്പോയി. അപ്പം നമ്മളമ്മ ഇതാക്കണ ഇരിക്കണ്, ഉമ്മ ഉഷാറായിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ടുണ്ട് ഒക്കെ. അപ്പം നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് 2 ദിവസം കൊണ്ടില്ലേ. നമ്മളന്ന് ഡോക്ടറെ അടുത്ത് പോയോണ്ടേ പെട്ടെന്ന് ഉഷാറായിട്ടോ. അങ്ങനെ പോണടി കൂടെ പെട്ടെന്നായിരിക്കും കേട്ടോ. ഒന്നെങ്കിൽ സോഡിയം കുറയും, അല്ലെങ്കിൽ പ്രഷർ കുറയും, ഷുഗർ കുറയും. നമുക്ക് ബാലൻസിൻ്റെ കുഴപ്പമൊക്കെ അല്ലേ. പിന്നെ തലക്ക് സ്ട്രോക്കാണ് കേട്ടോ, 2 സ്ട്രോക്കൊക്കെ ഉണ്ട്, 2-3 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പോണിടത്തോളം പോട്ടെ എന്നാണ് പറഞ്ഞത് ഡോക്ടർ. വേറെ സർജറിയും കാര്യങ്ങളൊന്നും പറ്റൂല, വയസ്സ് കൂടുതലല്ലേ, മരുന്ന് കൊടുത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ മക്കളൊക്കെ ഇവിടെ കളിക്കുകയാണ്. അപ്പോൾ ഷെയ്മോക്ക് പരീക്ഷ ഉണ്ട്. കുട്ടീനെ ഞാൻ വാങ്ങിച്ചിട്ടാണ് അവൾക്ക് ഇനി കുളിക്കാനും ഒക്കെ പോവാൻ. 9:30 ആവും വണ്ടി വരാൻ. അതിൻ്റെ അടിയിൽ ഇച്ചുവിന് പനിക്കണും ഉണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് കരുതി ഇങ്ങനെ നിൽക്കുക. എക്സാമല്ലേ, ടീച്ചർക്കൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ചിലപ്പോൾ പറഞ്ഞേക്കണം, പനി ഉണ്ടാകുമ്പോൾ സ്കൂൾക്ക് പറഞ്ഞേക്കണ്ടെന്ന് പറയും ടീച്ചർ. പിന്നെ അവളൊരു ആസ്മ ഉള്ള കുട്ടിയല്ലേ, അപ്പോൾ ഓടി കളിക്കുകയൊക്കെ കരുതിയിട്ട് ഞാൻ വേഗം ടീച്ചറോട് വിളിച്ച് പറയല കേട്ടോ, കളിക്കാനൊന്നും സമ്മതിക്കരുത് എന്ന്. പിന്നെ ഇൻഹേലറൊക്കെ ഒരുപാട് കാലമായിട്ട് നിർത്തി വെച്ചതാണ്, ഇനിയിപ്പോൾ തുടങ്ങാനാവില്ല എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ കേട്ടോ മക്കളെ. ഇനിയിപ്പോൾ ഏട്ടത്തേക്കൊക്കെ ഒന്ന് വിളിച്ച് നോക്കട്ടെ. നാളെ എന്തായാലും സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ ഹസ്ബൻഡ് വരും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നുണ്ട്. എല്ലാവരും പറയലുണ്ട് വിശേഷങ്ങളൊക്കെ പറയണേന്ന്. പിന്നെ കാക്കുവിൻ്റെ ചാനലിൽ വെറൈറ്റി ഇടേണ്ടിന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് പുറത്ത് പോയി വ്ളോഗ് ചെയ്യുമ്പോൾ അതിലിടാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങളൊക്കെ മോശമാണ്, നിങ്ങൾ കാണുന്നില്ലേ. പുറത്ത് പോകാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഉമ്മയും കൂടി ഉണ്ടാവുമ്പോഴേ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നോക്കാം കേട്ടോ. കാക്കുവിൻ്റെ ഫ്രണ്ട് വണ്ടി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് ദിവസം ഈ കൊണ്ട് നടന്നോ, കുട്ടികളെയൊക്കെ കൊണ്ട് പുറത്ത് പോയി വ്ളോഗൊക്കെ ചെയ്യുക, എന്നും ഈ പട്ടിണി ദാരിദ്ര്യമൊന്നും വിടല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വണ്ടി വെറുതെ കിടക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അവൻ സൗദിയിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മിക്കവാറും അത് കൊടുന്നിട്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോവണം കേട്ടോ. അവിടെ കൊടുന്നിടാം. അവിടെ ആരും ഇല്ലല്ലേ, അവരും പോയി കഴിഞ്ഞാൽ അത് അവരെ കാർ പോർച്ചിൽ ഇങ്ങനെ കിടക്കുകയാണ് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ടേ എന്നും കുട്ടികളെയും കൊണ്ട് ഓട്ടോറിക്ഷയിലൊക്കെ ഇങ്ങനെ പോകണോണ്ട്, പിന്നെ ഇപ്പോൾ ഉമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോസ്പിറ്റലിലൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.